തിരികെ ചർച്ചയിലേക്ക് ശ്രീ SJR കുമാർ. കഴിഞ്ഞ ദിവസമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെ തുടർന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് കൃത്യമായ ചികിത്സ ലഭ്യമാകാതെ മരണമടയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏവരെയും വേദനിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുകയുണ്ടായി, കൃത്യമായ ആ ശമ്പള കുടിശ്ശിക നൽകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ തങ്ങൾക്ക് മികച്ച ഒരു ചികിത്സാ മാർഗം തേടാമായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം എത്രമാത്രം ക്ഷേത്രങ്ങളാണ് നാശോന്മുഖമാകുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ ഇങ്ങനെ ക്ഷേത്രങ്ങളോടൊക്കെ തുടരുന്നു. ശബരിമല സന്നിധാനത്താണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ എല്ലാ മണ്ഡല മകരവിളക്കിലും എപ്പോഴും വിമർശനം ഏറ്റുവാങ്ങുകയാണ്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അവർ മണ്ഡല മകരവിളക്കിന് മുൻപ് കാര്യങ്ങൾ കൃത്യമായി നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതേയില്ല. വലിയ രീതിയിലുള്ള ക്യൂ, 12ഉം 16ഉം മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട ഗതികേട്, ദാഹിച്ച വെള്ളം പോലും കിട്ടാനില്ല. പക്ഷേ അപ്പോഴൊന്നും മറുപടിയില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡും കൂടി ചേർന്ന് നടപ്പിൽ വരുത്തുന്നത്. നമ്മൾ ഉയരുന്ന ചോദ്യം അല്ലെങ്കിൽ ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഇത്തരത്തിൽ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭക്തരുടെ വികാരങ്ങളെ മാനിക്കുകയാണ് എങ്കിൽ അവർക്ക് നടപ്പിൽ വരുത്തേണ്ട അടിസ്ഥാന കാര്യങ്ങൾ മറ്റു പലതുമില്ലേ? അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാകാമല്ലോ ഇത്തരത്തിലുള്ള ഈ നാടകങ്ങളൊക്കെ എന്നുള്ളതാണ്. ശ്രീ SJR കുമാർ, നമുക്കറിയാം, താങ്കൾക്കും അറിയാം ശബരിമല സന്നിധാനത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. പക്ഷേ ഇപ്പോഴും സർക്കാർ അത് തുടരുന്നുണ്ട്. അപ്പോഴാണ് ഈ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്കൊരു വിഷയം പറയാനുണ്ട്. കാരണം അങ്ങ് ചോദിച്ചതുപോലെ ഈ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ഭക്തജനങ്ങളോടൊപ്പം കോൺഗ്രസ് നിന്നതിൻ്റെ ഒരു നടപടിയും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഇതിൽ കൃത്യമായൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഭക്തജന സമൂഹത്തോടൊപ്പമാണെന്ന് ശക്തമായ രീതിയിൽ പറയുകയോ നമ്മളോടൊപ്പം ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയോ ചെയ്തതായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല. കൂടാതെ ശബരിമല കർമ്മസമിതിയുടെയും BJPയുടെയൊക്കെ 10,000-കണക്കിന് പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസുകളും മറ്റ് കേസുകളും ഒക്കെ എടുത്തപ്പോഴും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പോലും പേരിൽ അത്തരത്തിലൊരു കേസ് ആ സമയത്ത് എടുത്തായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലാണ് കോൺഗ്രസ് ഈ ശബരിമല വിഷയത്തിൽ ഇടപെട്ടത് എന്ന് അദ്ദേഹം വിശദമാക്കിയാൽ കൊള്ളാം. രണ്ടാമത്, ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ എമർജൻസി ആരാണ് കൊണ്ടുവന്നത്? ഈ ജനാധിപത്യത്തെ ധംസിക്കുന്നതിന് ഇതിൽ പരം മറ്റൊരു നിയമം പോലും ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അയ്യപ്പൻ്റെ വിഷയം അതല്ലെങ്കിൽ ഏത് സമൂഹത്തിൻ്റെയും അവരുടെ ആരാധനയുടെ വിഷയം വരുമ്പോൾ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് അതിലെ കൃത്യതയോടുകൂടി ആ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളൊരു നടപടി ഈ കേരളത്തിലെ ഇടത് വലത് പക്ഷം ഒരിക്കലും എടുത്തിട്ടില്ല. അവർ തീർച്ചയായിട്ടും ഓരോ സമയത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് വേണ്ട തരത്തിൽ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പ്ലേ ചെയ്യുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമുക്ക് 2018 നടന്ന ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഇടതുപക്ഷത്തിനെതിരെ ഒരു വിധിയെഴുത്ത് വന്നപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നത് തീർച്ചയായിട്ടും അന്നത്തെ ഒരു സാഹചര്യത്തിൽ BJP, അതായത് ഈ ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ട് വോട്ട് ചെയ്യണം, പക്ഷേ BJP അത്രത്തോളം വോട്ട് കൊടുത്താലും വിജയിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാകാം ഭക്തജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ആ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തരത്തിലൊരു ഭൂരിപക്ഷം ലഭിച്ചത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 2018-ലെയോ 19-ലെയോ കേരള സമൂഹം, അതായത് ഭക്തസമൂഹം, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു ചിന്തയല്ല ഇന്നുള്ളത്. കാരണം തുടരെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, ഭീഷണികൾ, അതുപോലെ തന്നെ ധാരാളം, അത് ഞാൻ പറയുന്നില്ലാണ്, നമ്മുടെ ചർച്ച ആ വിഷയത്തിലല്ലാത്തതുകൊണ്ട്, പക്ഷെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ നെഞ്ച് നീറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലായിരിക്കില്ല ഈ ഒരു ഇപ്പോൾ നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഗോള തലത്തിലുള്ള ഈ ഇടതുപക്ഷത്തിൻ്റെ നീക്കമായാലും ശരി, അല്ലെങ്കിൽ അത് അനുകൂലമായിട്ട് അത്തരത്തിൽ അതിനെതിരെ ശക്തമായ രീതിയിലൊരു ഭക്തജന പ്രക്ഷോഭമുണ്ടോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടന്നാൽ പോലും അത് ഒരിക്കലും ഒരു കോൺഗ്രസിന് അനുകൂലമായിട്ടോ വരില്ല.
തീർച്ചയായിട്ടും നമുക്കറിയാം അന്ന് നമ്മളോടൊപ്പം നിന്ന രാഷ്ട്രീയ കക്ഷികളോടൊപ്പം മാത്രമായിരിക്കും ഭക്തജന സമൂഹം എന്ന് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്കിനി പരീക്ഷിക്കാൻ സമയമില്ല. ഇനി ഈ ചോദിച്ച വിഷയത്തിലേക്ക് വന്നാൽ, ശരിക്കും പറഞ്ഞാൽ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി എത്രയോ കാലങ്ങളായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നും ഒരു കാരണവശാലും വേണ്ട തരത്തിലായിട്ടില്ല. അവിടെ ചെറിയ ഒരു വിഷയമായാലും വലിയ വിഷയമായാലും ശരി, എല്ലാം ഏതാണ്ട് 10-50 വർഷമായിട്ട് ഏത് തരത്തിലാണോ നിലകൊണ്ടത് അത് തന്നെ നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ പന്തളം കൊട്ടാരത്തിൽ വെച്ച് തയ്യാറാക്കിയ ഒരു മാതൃകാ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഹരിവരാസനം പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് 1995 ആ കാലത്തിലാണ് എനിക്ക് തോന്നുന്നു അത് അന്നത്തെ മന്ത്രിസഭയിൽ കൊടുക്കുകയും, പക്ഷേ യാതൊരു പരിഗണനയും നടന്നില്ല. അത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അതുപോലെ ഭക്തജനങ്ങൾക്ക് അവിടെ വന്നു കഴിയുമ്പോൾ വേണ്ട സൗകര്യങ്ങൾ, തൊഴുന്നതിന് സൗകര്യങ്ങൾ, അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന്, നെയ്യഭിഷേകം നടത്തുന്നതിന് വേണ്ട സൗകര്യം തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ യാത്രാ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും നടപ്പാക്കിയില്ല. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് IL&FS എന്നൊരു കമ്പനിയെ കൊണ്ട് ഒരു വളരെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അത് കേരള സർക്കാരും അംഗീകരിച്ചു. പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കാൻ ഒരു സമിതി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സമിതി കൂടുന്ന പോലും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി മന്ത്രിസഭയിൽ അന്നത്തെ മന്ത്രി പറയുന്നതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ അതും പരിഗണിച്ചിട്ടില്ല. കൂടാതെ നമ്മുടെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് ഈ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ആധുനിക ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്തി ഏതൊക്കെ തരത്തിൽ ശബരിമലയിലെ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാം, അതുപോലെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട തരത്തിൽ ദർശനം നൽകി, അതായത് യാതൊരു തിക്കോ തിരക്കോ കൂടാതെ വളരെ സ്വസ്ഥവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ അവിടെ വേണ്ട തരത്തിൽ ദർശനം നൽകുകയും മറ്റ് വഴിപാടുകൾ കഴിക്കാനും ഒക്കെ സൗകര്യം, അതുപോലെ തന്നെ യാത്രാ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ്റെ രൂപരേഖയാണ്. അത് കൂടുതൽ ചർച്ച വേണ്ട വിഷയമാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് അക്കം എണ്ണി 86ഓളം വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷം നൽകിയുണ്ടായി. അത് അദ്ദേഹം പല കാര്യങ്ങളും നടപ്പാക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും വേണ്ട തരത്തിൽ നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നത് കാലാകാലങ്ങളായിട്ട് ശബരിമലയിലെ ഭക്തജനങ്ങളോ അല്ലെങ്കിൽ ഭക്തജന സംഘടനകളോ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ട തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമർപ്പിച്ചിട്ട് പോലും അത് യാതൊരു കാരണവശാലും ഒരു നടപടി എടുക്കാതെ നിലനിൽക്കുമ്പോഴാണ് ഈ ശബരിമല വിഷയത്തിൽ ഈ പറഞ്ഞ ആഗോള തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമെന്നുള്ള നിലയിൽ ഇത്തരത്തിൽ ലോക സമ്മേളനം നടത്തുന്നത്. അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഈ ശബരിമലയുടെ ഈ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ ആഗോളതലത്തിൽ അതിൻ്റെ വിവരങ്ങൾ മറ്റ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ കേരള സർക്കാർ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടില്ല. അയ്യപ്പനെ നമുക്കറിയാം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈശ്വരനാണ്. കലികാല ഭരതനായിട്ടുള്ള അയ്യപ്പൻ്റെ വിഷയത്തിൽ ഇന്ന് ലോകമെമ്പാടും ഭക്തജനങ്ങൾ ഈ ഒഴുകി വരികയാണ്. അത്തരം വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാനോ വേണ്ട തരത്തിൽ ദർശനം നൽകി മടങ്ങിപ്പോകാനുള്ള സംവിധാനം ചെയ്യാനോ യാത്രാ സൗകര്യം ഏർപ്പെടുത്താനോ ഒന്നുമില്ല. തിക്കിലും തിരക്കിലും പെട്ട് പലരും അവർക്ക് പകുതി വഴി യാത്ര ഉപേക്ഷിച്ച് മടങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇനിയും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കണം എന്ന് പറഞ്ഞിട്ട് ശബരിമലയുടെ പ്രഭാവം വർദ്ധിപ്പിക്കാനെന്നുള്ള തലത്തിലുള്ള കാര്യം നടത്തി. എത്ര വിരോധാഭാസമാണ് ഇവർ പറയുന്നത്. അടിസ്ഥാന സൗകര്യം ആദ്യം വികസിപ്പിച്ചിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ മുഴുവൻ അവിടെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട തരത്തിൽ സ്വസ്ഥവും സമാധാനമായ തരത്തിൽ അവിടെ പൂജ നടത്താനും വഴിപാട് നടത്താനും ദർശനം നടത്താനും ബാക്കി കാര്യങ്ങളെല്ലാം നടത്തി സമാധാനപരമായി തിരികെ പോകാനുമുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് തിക്കിലും തിരക്കിലും പെട്ട് അവിടെ വരുന്നവരെ തടഞ്ഞു നിർത്താനും അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിർച്വൽ ക്യൂവിൻ്റെ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. വിർച്വൽ ക്യൂവിൽ വേണ്ട തരത്തിൽ ആൾക്കാർക്ക് ഇന്നും എത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ബുക്കിങ്ങിൽ പലപ്പോഴും തടസ്സപ്പെടുന്നു. ഈ വിർച്വൽ ക്യൂവിൽ നമ്മളിപ്പോൾ 1,00,000 പേരായിട്ട് അല്ലെങ്കിൽ 80,000 പേരെ 90,000 പേരായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഇനിയും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കേണ്ട ഒരു വിഷയം ശബരിമലയ്ക്കില്ല. ഭക്തജനങ്ങൾ ലോകമെമ്പാടുള്ള ഭക്തജനങ്ങൾ ശബരിമലയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അവിടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുകയും ഈ ദർശനത്തിലുള്ള സൗകര്യം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ തന്നെ വേണ്ട തരത്തിൽ ഭക്തജനങ്ങൾക്ക് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് എല്ലാം കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഗണപതി മിത്താണെന്നും സനാതനധർമ്മം വൈറസ് ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ ആ ഹിന്ദു സമൂഹത്തിനെ ഒറ്റപ്പെടുത്തി അവർ പലത് നേടാമെന്ന് ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി. ഇന്ന് അതിശക്തമായ രീതിയിൽ ലോകമെമ്പാടുമുള്ള ഹിന്ദി, ഇവിടെ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും, അത്തരത്തിലൊരു ശക്തമായ നീക്കം ഭാരതത്തിലെമ്പാടും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് അത്തരത്തിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന് ശക്തമായൊരു തെളിവ് ഞാൻ പറയുന്നത്
നേരെ SNDPയുടെ കൃത്യമായൊരു നിലപാടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഹിന്ദുക്കളുടെ കാര്യത്തിൽ അക്കമിട്ട് എണ്ണിക്കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ സമുദായ സംഘടനകളും ഇന്ന് അവരുടെ സ്വന്തം സമുദായം അനുഭവിക്കുന്നതും മറ്റ് പൊതു ഹിന്ദു സമൂഹം അനുഭവിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ വളരെ വേവലാതിയോട് ഈ സർക്കാരിനോട് കാലാകാലങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിന് യാതൊരു മറുപടിയും ഇല്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ വളരെയധികം സഹായത്തോടുകൂടി നിലനിൽക്കുന്ന സർക്കാരിന് ഇന്ന് ഈ ഒരു നടപടി തെറ്റിപ്പോയി. അതല്ലെങ്കിൽ ഈ പറഞ്ഞ സമുദായ സംഘടന ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇനിയും സർക്കാരിനെ പിന്തുണയ്ക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 2018 ഈ കൃത്യമായിട്ടും ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഏത് തരത്തിലാണ് ഭക്തജനങ്ങളെ കാണുന്നതെന്ന് അവർ തന്നെ സ്വയം വ്യക്തമായി കഴിഞ്ഞു. നമ്മൾ ഇൻട്രോയിൽ അത് വരെ കാണുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഹിന്ദു സമൂഹം അതുപോലെ സാമുദായിക സംഘടനകളും എല്ലാം ഈ സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി പോരാടും. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് ഇന്ന് മുന്നിൽ കാണുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അത് നടപ്പാക്കാൻ പോകുന്നില്ല. ഇനി സംശയിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ശബരിമലയിൽ 2018 ഈ കോടതി വിധിയുടെ മറവിൽ ആരൊക്കെയാണോ അവിടെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചത്, അത്തരത്തിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ മതിൽ പണിയാൻ ചെന്നവരും, അതല്ലെങ്കിൽ ഈ കേരള സർക്കാരിൻ്റെ ഒപ്പം നമ്മുടെ ഭക്തജനങ്ങളെ ഇല്ലാതാക്കാനും അവരുടെ അടിച്ചമർത്താനും ശ്രമിച്ച ആളുകൾ, ഇത്തരത്തിലുള്ള ഭക്തജനങ്ങളല്ലാത്തവരുടെ ഒരു കൂട്ടായ്മ ആയിരിക്കും ഈ 3000 പേരെന്ന് പറയുന്നവർ. അതല്ലാതെ ഒരു കാരണവശാലും യഥാർത്ഥ ശബരിമല ഭക്തരായിട്ടുള്ള ഒരാൾ പോലും ഈ ഇടതുപക്ഷ സർക്കാർ, ഭക്തർക്കെതിരെ എല്ലാ തരത്തിലും വാളോങ്ങിയ സർക്കാർ, ഒരു കാലത്തും ഭക്തജനങ്ങളെയോ ഹൈന്ദവരെയോ സനാതനധർമ്മത്തെയോ അംഗീകരിക്കാത്ത സർക്കാരിനോടൊപ്പം ഒരു ഭക്തജനങ്ങളോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നത് തീർച്ചയായിട്ടും അവിശ്വാസമുള്ള കൂട്ടായ്മയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത് ഈ പറഞ്ഞ മെസ്സി വരുന്നു നമ്മൾ പറയുന്ന ഈ സർക്കാർ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്, എവിടെ വന്നു എന്ന് പറഞ്ഞ പോലെ അവസാനം ഇത് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.